എല്ലാവർക്കും ഗളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ കൃഷ്ണ വീണ്ടും സിദ്ധാരയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് അന്വേഷിച്ച് നമ്മുടെ തങ്കവും പുറകെ പോവുകയാണ്. പക്ഷെ വഴിയിൽ വെച്ച് മിസ്സാകുന്നു. അങ്ങനെ തങ്കം ഓരോരുത്തരോട് ചോദിക്കുന്നു തൻ്റെ മകളെ പറ്റി. അപ്പോൾ ആരും അറിയില്ല എന്ന് പറയുന്നു. ആ സമയത്താണ് നവീനെ കാറിൽ കയറുന്ന കാണുന്നത്. അങ്ങനെ നവീൻ്റെ കാറിൻ്റെ പുറകെ തന്നെ ഓട്ടോ പിടിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ നിർമ്മല അവരൊക്കെയാണ് ഫസ്റ്റ് കാണുന്നത്. അവരാണെങ്കിൽ തങ്കത്തിന് ഓരോന്നൊക്കെ പറയുക. അപ്പോൾ ആ സമയത്ത് നവീൻ്റെ അമ്മ വന്നിട്ട് പറയും കയറി വരാൻ പറയും. അങ്ങനെ മുത്തശ്ശിയും കയറി വരും. അപ്പോൾ ചോദിക്കുക എന്താണ്? അപ്പോൾ പറയും ഇങ്ങനെ എൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന ആളെ പോലെ തോന്നി ആ മകനെ കണ്ടിട്ടെന്ന് പറയും. അപ്പം മറ്റേ നമ്മുടെ നിർമ്മലയൊക്കെ അങ്ങ് കളിയാക്കും. അപ്പം അവരോട് പറയാം, മുത്തശ്ശി പറയും നിങ്ങൾ അകത്തേക്ക് പോകാൻ പറയും. അപ്പം മുത്തശ്ശി പറയും, നവീൻ്റെ അമ്മ പറയാനും അവൻ്റെ കല്യാണം തീരുമാനിച്ചു, അവൻ്റെ കഴിക്കാൻ പോകുന്ന കുട്ടിയെ കാണിച്ചു തരാമെന്ന് പറയും. അപ്പം കുട്ടിയെ കാണിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണയെ പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇത് തങ്കത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. അപ്പം സംഘം പറയാം എന്തായാലും നല്ല കുട്ടിയാണ്, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും മനസ്സിൽ മുഴുവൻ കൃഷ്ണയെ പറ്റിയാണ്, ഇവൾക്ക് നല്ലൊരു ഭാവി കിട്ടിയല്ലോ, സന്തോഷിക്കുന്നത്. അപ്പം മുത്തശ്ശിക്ക് ഉള്ളിൽ ഒരു സംശയം വരുന്നുണ്ട്, അവരെന്തിനായിരിക്കും വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണയെ അവിടെ സിതാരയുടെ മകൾ ഗാഥയാണ് ഇട്ട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കുക. അതെല്ലാം കേട്ട് ഒന്നും പറയാതെ നമ്മുടെ കൃഷ്ണ നിൽക്കുകയാണ്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ധാരണയിൽ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗോപാലൻ്റെ ഒരു ഫോൺ വരുന്നത്. എന്നിട്ട് പറയും മോളെ അമ്മയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, എത്രയും പെട്ടെന്ന് 5 ലക്ഷം രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവൾ വിഷമിച്ച് നിൽക്കുക. അപ്പം തങ്കം പറയാം നീ എന്തിനാ വിഷമിക്കുന്നത്, നീ ഇവിടെ തിരിച്ചെത്തിയില്ലേ, സിതാര മേഡത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറയാം. അങ്ങനെ സിതാര മേഡത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ചോദിക്കുക. അങ്ങനെ പൈസയൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ സിദ്ധാര ഒരു ഡിമാൻഡ് വെക്കുന്നു, ഇങ്ങനെ നവീനെ കല്യാണം കഴിക്കുന്നത് നീ ആയിരിക്കണം എന്നുള്ള. ഇത് കേട്ട് നമ്മുടെ കൃഷ്ണൻ ഞെട്ടിത്തരിക്കുകയാണ്. കാരണം ആദ്യം അതൊന്നും അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ അഭിനയിക്കാൻ മാത്രമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥയാണ്. അവർ ഡിമാൻഡ് വയ്ക്കുമ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. കൃഷ്ണ എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ തങ്കമാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കയ്യിലെടുത്തു. ആ സമയത്താണ് കയ്യിൽ നിന്ന് ഫുഡ് താഴെ പോവുകയും തങ്കം നിലത്തോട്ട് വീഴുകയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടാണ് നമ്മുടെ കൃഷ്ണ വരുന്നത്. അങ്ങനെ കൃഷ്ണ പോയി എടുക്കും, തങ്കവും എല്ലാവരും ഓടി വരും. എല്ലാവരും തങ്കത്തിനെ വിളിക്കും, പക്ഷെ കണ്ണു തുറക്കത്തില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.